ഹലോ, ഇന്നൊരു ബ്രൗണി റെഡിയാക്കിയാലോ? കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സായി കൊടുക്കാവുന്ന ഈ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രൗണിയുടെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മധുരക്കിഴങ്ങ്. സ്വീറ്റ് പൊട്ടറ്റോ നന്നായി കഴുകി വൃത്തിയാക്കി ആവിയിൽ വേവിച്ച ശേഷം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഒരു ബൗൾ എടുത്ത ശേഷം നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച സ്വീറ്റ് പൊട്ടറ്റോ അതിലേക്ക് പകർത്തുക. ഇത് നന്നായി തണുത്ത ശേഷം വേണം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മധുരത്തിനായി ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ ശർക്കര പാനിയാക്കിയതാണ് ഒഴിക്കുന്നത്. 150 ഗ്രാം ശർക്കരയാണ് ഞാൻ അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് സ്വീറ്റ് പൊട്ടറ്റോ കടിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 കപ്പ് ന്യൂട്രിമിക്സ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മൈദയാണെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ ന്യൂട്രിമിക്സ് പൗഡർ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയാണെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ന്യൂട്രിമിക്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ വെറൈറ്റീസ് ഓഫ് പൗഡേഴ്സ് അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാനിതിൽ 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും 2.5 സ്പൂൺ കൊക്കോ പൗഡറുമാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 തുള്ളി വാനില എസൻസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ ബ്രൗണിയുടെ ഒരു ടെക്സ്ചർ കിട്ടുമ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഗീ ആണ്. ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 2.5 സ്പൂൺ ഗീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കഴിവതും കുട്ടികൾക്കായി നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ ബട്ടറോ അല്ലെങ്കിൽ ഗീ ആണ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കഴിവതും ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. ഇതിനായിട്ട് ഞാൻ ഒരു 2-3 സിലിക്കോൺ മൗൾഡ് എടുത്തിട്ട് അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് എല്ലാത്തിലോട്ടൊന്ന് വെച്ചിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. എല്ലാ സിലിക്കോൺ മൗൾഡിലേക്കും ഈ മിക്സ് ആഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ബ്രൗണി മൗൾഡ് എയർ ഫ്രൈയിലോട്ട് വെച്ച ശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് എന്ത് നട്ട്സ് ആണെങ്കിലും സീഡ്സ് ആണെങ്കിലും എന്താണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് ചോക്കോ ചിപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിലുണ്ടാക്കിയ ക്രാക്കേഴ്സാണ് അതും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇതനുസരിച്ച് ഏതാണെങ്കിലും യൂസ് ചെയ്യാം. ഇതിവിടെ ഞാൻ എയർ ഫ്രയറിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു 22 മിനിറ്റ്സ് ആയപ്പോഴേക്കും നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. നമുക്കൊന്ന് പുറത്തെടുത്ത് വയ്ക്കാം. ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടൊന്ന് ആറിയിട്ട് ഇതിൽ നിന്ന് അൺമൗൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ മധുരത്തിനോട് വളരെ താല്പര്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ബ്രൗണീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൽ ഇതുപോലത്തെ സ്വീറ്റ് പൊട്ടറ്റോ പോലത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കുട്ടികൾക്ക് അത് കഴിച്ച് അതിനുള്ള ആരോഗ്യവും കിട്ടും. അപ്പോൾ എല്ലാ അമ്മമാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മുതിർന്നവർക്കാണെങ്കിലും ഒരു ഡയറ്റ് നോക്കുന്ന ആൾക്കാണെങ്കിലും ഇത് കഴിക്കാം. കാരണം ഇതിൽ വൈറ്റ് ഷുഗർ ഇല്ല, മൈദയില്ല. കഴിവതും മൈദ ആഡ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഗോതമ്പ് പൊടിയാണെങ്കിലും ന്യൂട്രിമിക്സ് പൗഡർ ഇതുപോലത്തെ ആണെങ്കിലും ഈവൻ നമുക്ക് നട്ട്സ് പൗഡർ ആണെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ. നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലൊക്കെ ചാടി വീടും കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഈ സ്വീറ്റ് പൊട്ടറ്റോ ചോക്ലേറ്റ് ബ്രൗണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു.